മലപ്പുറത്ത് വൻ MDMA വേട്ടയാണ്. കരിപ്പൂർ മുക്കൂട് സ്വദേശിയായ ആഷിഖിന്റെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചത് 1.5 കിലോ തൂക്കം വരുന്ന MDMA ആണ്. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, 1.5 കിലോ MDMA ഇത് എവിടെയൊക്കെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണെന്നുള്ള വലിയ ആശങ്കയുണ്ട്. എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ഇയാൾ വലിയൊരു സപ്ലയർ ആണോ അവിടുത്തെ? ആര്യ, ദിവിഷ്, വൻ ലഹരി വേട്ടയാണ് നടന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്രോതസ് തേടി ഒരു ലഹരി മാഫിയയിലേക്ക് തന്നെ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. അതായത് മട്ടാഞ്ചേരിയിൽ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി പോലീസ് വ്യാപകമായ പരിശോധന നടത്തി. ഇതിൽ ലഹരി വിൽക്കുന്ന ഒരു സംഘത്തെ തന്നെ പോലീസ് പിടികൂടി. 6 പേരോളം യുവതി ഉൾപ്പെടെ അടങ്ങുന്ന സംഘത്തെ പോലീസ് പിടികൂടി. ഇവരിൽ ലഹരി എത്തുന്ന സ്രോതസ് എങ്ങനെയാണ് എന്ന അന്വേഷണത്തിലാണ് പോലീസ് കൊണ്ടോട്ടി സ്വദേശിയായ ആഷിഖിലേക്ക് എത്തുന്നത്. ഇയാൾ ഒമാൻ കേന്ദ്രീകരിച്ച് 5 സൂപ്പർ മാർക്കറ്റുകൾ ലീസിനെടുത്ത് നടത്തി വരുന്ന ആളാണ്. ഇതിലെ ഫുഡ് പ്രോഡക്ട്സും മറ്റ് ഫ്ലാസ്കുകളിലുമായൊക്കെയാണ് ഇയാൾ ഇതിലേക്ക് ലഹരി കടത്തുന്നത്. അങ്ങനെ ഇയാൾ നാട്ടിലെത്തി എന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെയാണ് കരിപ്പൂരിലെത്തി ഇയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പിന്നാലെ ഇയാളെ ചോദ്യം ചെയ്ത് അന്ന് 400 ഗ്രാം MDMAയും പോലീസ് പിടിച്ചെടുത്തിരുന്നു. പിന്നാലെ ഇയാളെ ചോദ്യം ചെയ്ത് വരുന്നതിനിടെ ലഭിച്ച വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കാർഗോ വഴി വന്ന ഒരു ബോക്സിലാണ് ഇത്തരത്തിൽ 1558 ഗ്രാം MDMA, 1 കിലോ 558, 1.5 കിലോയോളം വരുന്ന MDMA പിടികൂടിയിരിക്കുന്നത്. പോലീസ് അപ്പോൾ അത്തരത്തിൽ ഈ ഉറവിടം തേടി തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ ഉൾപ്പെടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയാണ്. അതിനിടെയാണ് കരിപ്പൂരിൽ എന്തായാലും ഇത്ര വൻ ലഹരി വേട്ട നടന്നിരിക്കുന്നത്. ഇനിയും ഇതിലെ കണ്ണികളെ ഒരുപാട് കണ്ടെത്താനുണ്ട്. എന്നാലും ഒമാൻ കേന്ദ്രീകരിച്ച ലഹരി വിൽപ്പന നടത്തുന്ന ഒരു സപ്ലൈയിങ് ഏജന്റ്, അത് സപ്ലൈയിങ് ഏജന്റ് എന്ന മാഫിയ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ സപ്ലൈയിങ് ഏജന്റായ ആഷിഖിനെയാണ് പിടികൂടിയിരിക്കുന്നത്. 1.5 കിലോ MDMAയോളം പോലീസ് ഈ കരിപ്പൂരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നു. ആര്യ, ദിവിഷ്. ശരി, അരുൺ അമൃതാഥാണ് വിവരങ്ങൾ നൽകിയത്.